കഴിഞ്ഞ വീഡിയോകളിൽ ജോലി ഉപേക്ഷിക്കാതെ തന്നെ വീട്ടിലിരുന്ന് കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു ബിസിനസ് എങ്ങനെ ആരംഭിക്കാമെന്ന് നമ്മൾ സംസാരിച്ചു. എന്നാൽ അതിനു മുമ്പേ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ പ്രചോദനാത്മക വാക്കുകൾ ഓർക്കാം. സ്വപ്നം കാണൂ, വീണ്ടും സ്വപ്നം കാണൂ. സ്വപ്നങ്ങൾ ചിന്തകളാകുന്നു, ചിന്തകൾ പ്രവർത്തനങ്ങളാകുന്നു. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം. പരാജയപ്പെട്ടാൽ ഒരിക്കലും പിന്തിരിയരുതേ, കാരണം പരാജയം പഠനത്തിലേക്കുള്ള ആദ്യ ശ്രമമാണ്. ഇതിന്റെ അർത്ഥം വളരെ ലളിതമാണ്. നിങ്ങൾ എന്താകണമെന്ന് ആദ്യം സ്വപ്നം കാണുക, ആ സ്വപ്നത്തിനായി പ്രവർത്തിക്കാൻ തുടങ്ങുക. വഴിയിൽ പരാജയങ്ങൾ വന്നാലും അത് വിജയത്തിലേക്കുള്ള പാഠങ്ങളായി കാണുക. സ്ഥിരമായി ശ്രമിച്ചാൽ ഒരു നാൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാകും. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ വീട്ടിലിരുന്ന് കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു വ്യവസായം തുടങ്ങാൻ ആവശ്യമായ FSSAI ലൈസൻസും പാക്കർ ലൈസൻസും സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി, അതായത് കൺസെന്റ് സർട്ടിഫിക്കറ്റ്. എല്ലാ വ്യവസായങ്ങൾക്കും ഒരേ നിയമങ്ങളല്ല. മലിനീകരണത്തിന്റെ തോതനുസരിച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവയെ വൈറ്റ്, ഗ്രീൻ, ഓറഞ്ച്, റെഡ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. വൈറ്റ് കാറ്റഗറിയിൽ മലിനീകരണം വളരെ കുറവാണ്. ഗ്രീൻ കാറ്റഗറിയിൽ ചെറിയ തോതിൽ മലിനീകരണ സാധ്യതയുണ്ട്. ഓറഞ്ചിൽ മിതമായതും റെഡിൽ ഏറ്റവും കൂടുതലുമാണ്. അതിനാൽ നിങ്ങളുടെ വ്യവസായം ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് ആദ്യം മനസ്സിലാക്കിയ ശേഷം മാത്രമേ ലൈസൻസ് നടപടികളിലേക്ക് പോകാവൂ. ഇനി ഒരു പ്രധാന സംശയം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി എപ്പോൾ എടുക്കണമെന്നാണ്. ഇവിടെ പ്രധാനമായും രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേത് CTE, കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ്, അതായത് വ്യവസായം തുടങ്ങുന്നതിന് മുമ്പ് വാങ്ങുന്ന അനുമതി. കെട്ടിടം ഒരുക്കുക, മെഷീനുകൾ സ്ഥാപിക്കുക, യൂണിറ്റ് ആരംഭിക്കാൻ തയ്യാറാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് മുമ്പാണ് ഇത് ആവശ്യമായി വരുന്നത്. രണ്ടാമത്തേത് കൺസെന്റ് ടു ഓപ്പറേറ്റ്, CTO. യൂണിറ്റ് സജ്ജമായതിനു ശേഷം പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പേ വാങ്ങുന്ന അനുമതിയാണിത്. ഈ അനുമതി ലഭിച്ചതിനു ശേഷമാണ് സാധാരണയായി ഉൽപാദനമോ പ്രവർത്തനമോ ആരംഭിക്കേണ്ടത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ വ്യവസായങ്ങൾക്കും CTE, CTO രണ്ടും നിർബന്ധമല്ല. അത് നിങ്ങളുടെ വ്യവസായം വൈറ്റ്, ഗ്രീൻ, ഓറഞ്ച്, റെഡ് എന്നീ ഏത് വിഭാഗത്തിലാണ് വരുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതിനാൽ ആദ്യം നിങ്ങളുടെ ബിസിനസ് ഏത് വിഭാഗമാണെന്ന് ഉറപ്പാക്കുക. അതിനുശേഷം മാത്രമേ ഏതൊക്കെ ലൈസൻസുകൾ ആവശ്യമാണെന്ന് തീരുമാനിക്കാവൂ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് പ്രോഡക്റ്റ് വിറ്റാൽ വിജയിക്കും, അല്ലെങ്കിൽ വിന്നിംഗ് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടെത്താം? പലരും ആദ്യം ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് അറിയാമോ? ആദ്യം ഒരു പ്രോഡക്റ്റ് വാങ്ങും, പിന്നീട് അത് മാർക്കറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കും. പക്ഷെ വിജയിക്കുന്ന സംരംഭകർ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. ആദ്യം മാർക്കറ്റ് പഠിക്കും, പിന്നെ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്നത്. വീട്ടിലിരുന്ന് കുറഞ്ഞ മുതൽ മുടക്കിൽ വിജയകരമായി ഒരു വ്യവസായം എങ്ങനെ തുടങ്ങാം, ശരിയായ പ്രോഡക്റ്റ് എങ്ങനെ തിരഞ്ഞെടുക്കാം, ആവശ്യമായ ലൈസൻസുകൾ എന്തൊക്കെയാണ്, മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നിങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ നാം ഈ സീരീസിലൂടെ പരിശോധിക്കുകയുണ്ടായി. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ ബിസിനസ്, സംരംഭകത്വ, സാമ്പത്തിക അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു പ്രായോഗിക ബിസിനസ് ടിപ്പുമായി വീണ്ടും കാണാം. നന്ദി.